തിലകൻ, ഷമ്മി തിലകൻ, അഭിമന്യു ഷമ്മി തിലകൻ. അതെ, അഭിനയ കലയുടെ പെരുന്തച്ഛൻ മഹാനടൻ തിലകൻ സാറിന്റെ മൂന്നാം തലമുറയും എത്തിക്കഴിഞ്ഞു. തിലകന്റെ കൊച്ചുമകനായ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു മാർക്കോയിലെ വില്ലൻ വേഷത്തിലൂടെ തന്റെ സിനിമ അരങ്ങേറ്റം സ്വപ്നതുല്യമാക്കിയിരിക്കുകയാണ്. അഭിമന്യുവിന്റെ സിനിമയിലേക്കുള്ള തുടക്കം ഉണ്ണിമുകുന്ദന്റെ മെസ്സേജിൽ നിന്നാണ്. താൻ ഉണ്ണിമുകുന്ദനാണെന്നും മാർക്കോ എന്നൊരു ചിത്രം ചെയ്യുന്നുണ്ടെന്നും അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുമായിരുന്നു മെസ്സേജിൽ. സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറായ ഷനീം സെയ്ദ് താനും അച്ഛനും അപ്പൂപ്പനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കാണാനിടയാവുകയും അദ്ദേഹമാണ് ആ ഫോട്ടോ ഉണ്ണിച്ചേട്ടനെ കാണിക്കുകയും ചെയ്തത്. പിന്നീട് സംവിധായകൻ ഹനീഫ് അദേനിയെ ബന്ധപ്പെടുകയും അതുവഴി മാർക്കോയുടെ ഭാഗമാവുകയും ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് അഭിമന്യു പറയുന്നത്. ആദ്യ സിനിമയിൽ തന്നെ വില്ലൻ വേഷത്തിൽ എത്തുന്നതിന്റെ ടെൻഷൻ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അഭിമന്യു പറയുന്നത്. മാർക്കോയിലെ വില്ലൻ വെറും ഒരു വില്ലനല്ല, അത്യാവശ്യം പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള, സിനിമ കാണുന്നവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വില്ലൻ വേഷമാണ്. എന്നാലും കുട്ടികളോട് വയലൻസ് കാണിക്കുന്ന ചില രംഗങ്ങൾ ചെറിയ പ്രയാസം തോന്നിയെന്നും അഭിമന്യു പറയുന്നു. പക്ഷേ സംവിധായകനിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അദ്ദേഹം എന്തു പറയുന്നു അത് ചെയ്യുന്ന രീതി പിന്തുടർന്നു. കൂടാതെ ഈ കഥാപാത്രത്തിന് ഏറ്റവും പ്രശംസ ലഭിച്ച സ്റ്റൈലിനും ലുക്കിനുമെല്ലാമാണ്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഷമ്മി തിലകനാണ് അഭിമന്യു നൽകുന്നത്. കഥയും കഥാപാത്രവും കേട്ടപ്പോൾ തന്നെ ലുക്ക് എങ്ങനെ ആയിരിക്കണം, ഏതു രീതിയിൽ നടക്കണം, നോക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്തത് അച്ഛനാണെന്നാണ് അഭി പറയുന്നത്. ആദ്യ ചിത്രത്തിൽ മികച്ച തുടക്കം ലഭിച്ചതിനാൽ ഇനിയുള്ള തന്റെ ചിത്രങ്ങൾ വളരെ സൂക്ഷിച്ചും സമയമെടുത്തും തിരഞ്ഞെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അഭിനയത്തിൽ ഒരു തുടക്കക്കാരൻ മാത്രമാണ് അഭിമന്യു. എന്നാലും ആദ്യ സിനിമയിലെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പൂപ്പനും അച്ഛനുമായി താരതമ്യം ചെയ്യപ്പെടുമോ എന്നതായിരുന്നു. അവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്നത് എന്നത് മാറ്റി നിർത്തിയാൽ അവർ രണ്ടുപേരുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യപ്പെടാൻ ഞാൻ അർഹനല്ല എന്നും മാർക്കോ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം അത് സംബന്ധിച്ച് താൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്ന കാര്യവും അഭിമന്യു പങ്കുവെക്കുന്നുണ്ട്. എന്നെ ഒരു തുടക്കക്കാരനായി മാത്രം കാണണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളതെന്നും അഭിമന്യു പറഞ്ഞു നിർത്തുന്നു.